എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു കാര്യം +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് +1 ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്ത എല്ലാവർക്കും നിർബന്ധമായിട്ടും പഠിക്കേണ്ടി വരുന്ന ഒരു വിഷയമാണ്, ഏത് സ്കൂളിലായാലും. അപ്പോൾ ഈ എക്കണോമിക്സിനകത്ത് മാത്സിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ അല്ലാണ്ട് നമുക്ക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഒന്നും നമുക്ക് പഠിക്കാനായിട്ട് വരുന്നില്ല. പക്ഷേ ഈ എക്കണോമിക്സിനകത്തുള്ള മാത്സിൻ്റെ പോർഷൻസ് എങ്ങനെയാണ് പഠിക്കാനായിട്ട് ഈസിയാണോ, അതായത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് മാത്സിനെ ഭയന്നൊക്കെ ഹ്യൂമാനിറ്റീസ് എടുത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുക, അങ്ങനെയുള്ളവരുടെ അടുത്ത് ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്കിവിടെ മാത്സ് എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ സയൻസുകാർ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള മാത്തമാറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാൽക്കുലേഷൻസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു മാത്സിൻ്റേതായിട്ടുള്ള രീതിക്കല്ല ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്കവിടെ ഞാൻ ആദ്യം +1 എക്കണോമിക്സിൻ്റെ കാര്യം പറയാം. +1 എക്കണോമിക്സിൽ 2 ഭാഗങ്ങളാണുള്ളത്. പകുതി ഭാഗം എന്ന് പറയുന്നത് കറക്റ്റ് തിയറി പോർഷനാണ്. അതായത് ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് പാർട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടിനകത്ത് ഫുള്ളി നിങ്ങൾ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് പാരഗ്രാഫ് വൈസ് വായിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. പിന്നെ ബാക്കി പകുതി ഭാഗം, അതായത് പാർട്ട് 2 ആയിട്ടാണ് മാത്സിൻ്റെ പോർഷൻ വരുന്നത്. എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള മാത്സ് ആണ് +1 എക്കണോമിക്സിൽ വരുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ +1 എക്കണോമിക്സിൽ ആ ഒരു കണക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാൽക്കുലേഷനാണ്. അതുകൊണ്ട് +1 എക്കണോമിക്സിലെ നിങ്ങൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻ ബേസ് ചെയ്തിട്ട് ഒരു വറിയുടെ ആവശ്യമില്ല. ബിക്കോസ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പലർക്കും ആ തിയറി പോർഷനേക്കാളും മേ ബി ഈസി ആയിരിക്കാം ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. കാരണം സിമ്പിളായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ടേബിളൊക്കെ ഫോം ചെയ്തും അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അങ്ങനെ നല്ല രസമാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെ കാൽക്കുലേറ്റർ അലൗഡാണ്. സോ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മുടെ നോർമലായിട്ടുള്ള അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ +2 എക്കണോമിക്സിലോട്ട് വരുന്ന ടൈമിൽ അവിടെ കുറച്ചുകൂടി നമ്മൾ കറക്റ്റ് എക്കണോമിക്സിലുള്ള കറക്റ്റ് മാത്തമാറ്റിക്സിലോട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അതായത് +2ലോട്ട് വരുമ്പോൾ 2 ഭാഗമാണ് എക്കണോമിക്സിൽ വരുന്നത്. മൈക്രോ ഒന്ന് മാക്രോ എന്ന് പറഞ്ഞിട്ട് 2 പാർട്ട്. ഓക്കെ, ദെൻ അതിൽ വരുമ്പോൾ നമുക്ക് തിയറി പോർഷനും അതോടൊപ്പം തന്നെ ഈ കണക്കിൻ്റെ പോർഷൻസൊക്കെ നമ്മൾ മിക്സ് ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ +1 അപേക്ഷിച്ച് നോക്കുമ്പോൾ +2 എക്കണോമിക്സിലെ കണക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. പക്ഷേ ഒരിക്കലും നമ്മുടെ നോർമലി നമ്മൾ കണക്ക് എന്ന് വിചാരിക്കുമ്പോൾ ഉള്ള ആ ഒരു സംഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ +2ലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മളവിടെ അറിഞ്ഞു വെക്കാനുണ്ട്. കുറേ കൂടി വലിയ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. കുറേ കൂടി അത് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് വെക്കാനുണ്ട്. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. +2ലോട്ട് വരുന്ന ടൈമിൽ നമുക്ക് കാൽക്കുലേറ്ററൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ തന്നെയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അത് ചെയ്യുന്ന മെത്തേഡ്സിനൊക്കെ കുറച്ചുകൂടി നമ്മളത് ക്ലിയർ ആയിട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, +1 പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ +2ലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. എന്നാൽ ഇതൊന്നും നമ്മുടെ സാധാ മാത്തമാറ്റിക്സ് പോലെ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഹയർ ലെവലിൽ നമ്മൾ പഠിക്കുന്നതല്ല. എക്കണോമിക്സിൻ്റെ രീതിക്ക് നമ്മൾ പഠിച്ചു പോകുന്നതേ ഉള്ളൂ. എല്ലാവർക്കും പഠിച്ച് സെറ്റാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, +2 എക്കണോമിക്സ് അങ്ങനെ ടഫെന്നൊന്നും അല്ല കേട്ടോ. കാരണം അതും നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ചിലർക്കൊക്കെ അത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ +1 ഹ്യൂമാനിറ്റീസിലോട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ആയിട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ജസ്റ്റ് റിപ്ലൈ തന്നാൽ മതിയെങ്കിൽ ഓക്കെ. ഏത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.